അപ്പോൾ ഹലോ ഗായ്സ്, വെൽക്കം ടു അനദർ വ്ളോഗ്. ഇന്ന് ആക്ച്വലി ഒരു വ്ളോഗ് പരിപാടിയൊന്നും ചെയ്യണമെന്ന് വിചാരിച്ചിരുന്നതല്ല. രാവിലെ എണ്ണീറ്റ് ഫുഡൊക്കെ കഴിച്ച് ഇങ്ങനെ ഇരുന്നപ്പം ചെറിയ മഴ പരിപാടിയൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു സിനിമ കാണാമെന്ന് വിചാരിച്ച് അങ്ങനെ ആമസോൺ പ്രൈമിൽ കയറിയിട്ട് ഒരു സിനിമ കണ്ട്. പടത്തിൻ്റെ പേരെന്ന് പറയുന്നത് മദ്രാസ് മാറ്റിനി. അപ്പോൾ പടം കണ്ടു കഴിഞ്ഞുകൊണ്ട് എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യണമെന്ന് തോന്നി. അതായത് കുറേ നമ്മളെ ഇമോഷണലി കണക്ട് ചെയ്യും, അതേപോലെ കുറച്ച് മോട്ടിവേഷൻ, ആ ഒരു ലെവൽ പടം. നൈസ് ഒരു പടമാണ്. ഇപ്പോൾ പടത്തിൻ്റെ പോസ്റ്റർ ഞാൻ ഇവിടെ രണ്ട് സൈഡിൽ എവിടെയെല്ലാമായിട്ടൊക്കെ കൊടുത്തേക്കാം. അപ്പോൾ അതാണ് ഞാൻ പടം കണ്ടു കഴിഞ്ഞുകൊണ്ട് ആ ഒരു ഫീല് കിട്ടിയപ്പോൾ നിങ്ങളായിട്ടൂടെ ഷെയർ ചെയ്യണമെന്ന് തോന്നി. പടം ആക്ച്വലി ഒരു തമിഴ് മൂവിയാണ്. നമ്മുടെ കാളി വെങ്കിട്ട്, ഷെല്ലി കിഷോറൊക്കെ ആയിട്ടുള്ള ഒരു നോർമൽ തമിഴ് മൂവി. ഓവർ ഹൈപ്പ് സംഭവം ഞാൻ പറയുന്നില്ല, പക്ഷെ നമ്മളെ അത് കുറേ ഇമോഷണലി കണക്ഷനും പരിപാടിയൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് കുറേ നല്ലതായിട്ട് കണ്ടിരിക്കാൻ പറ്റിയൊരു ഫീൽ ഗുഡ് മൂവിയാണ്. അപ്പോൾ നിങ്ങളിവിടെ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കും. അപ്പോൾ കണ്ടു കഴിഞ്ഞപ്പോൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. ഇനിയിപ്പം എൻ്റെ ഒരു ഫ്രണ്ട് എബ്രോഡ് ഇപ്പോൾ വന്നിട്ടുണ്ട്. അപ്പോൾ അവനെ ഒന്ന് മീറ്റ് ചെയ്യാനായിട്ട് പോകണം. അങ്ങനെ നമ്മുടെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ വന്നു. അപ്പോൾ ഇവിടുത്തെ മെയിൻ ഒരാളാണ് ഈ ജെറി. വാ വാ. കുറേ നാളായി അവരെ കണ്ടിട്ട്. നേരത്തെ അവൻ ചെറിയ ചെറുക്കനായിരുന്നു, ഇപ്പം വളർന്ന് വലിയ ആളായി. ഇല്ല ജെറി, ഇല്ല ജെറി, കം 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 കം. ഗുഡ് ബോയ്, ഗുഡ് ബോയ്, ഗുഡ് ബോയ്. ജെറി സിക്കിളി എടുക്കാനായിട്ട് കിടക്കുന്നു ഗൈസ്. ഹായ് ജെറി, ഹായ് ജെറി. നമ്മൾ കൂട്ടുകാരനെ കണ്ടിട്ട് പെട്ടെന്ന് ഇങ്ങ് വന്നു. അവനും വെറുതെ പോകാനായിട്ട് നിൽക്കുമായിരുന്നു. അപ്പോൾ പിന്നെ നമുക്കും ടൗൺ വരെ പോകണം, വീട്ടിലേക്ക് കുറേ സാധനം വാങ്ങിക്കാനായിട്ടൊക്കെ പോകണം. അപ്പം ഞാനും ഓപ്പറേഷനോടെ പോയി റെഡി ആയിട്ട് വരാം. അപ്പം നല്ല മഴയുണ്ട് ഇവിടെ. അപ്പോൾ കാണാൻ പറഞ്ഞു ഇവിടെ അത്യാവശ്യം നല്ല മഴയുണ്ട്. അപ്പോൾ നമ്മൾ നേരെ ഇവിടുന്ന് റാന്നിയിലോട്ട് പോവാണ്. കുറച്ച് പർച്ചേസ് ഉണ്ട്, വേറൊന്നുമല്ല. ഇന്ന് കുറച്ച് ബിരിയാണിയൊക്കെ വെക്കാനായിട്ടൊരു പ്ലാനുണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് സാധനങ്ങളൊന്നും വീട്ടിലില്ല, അപ്പോൾ അതൊക്കെ ഒന്ന് വാങ്ങിക്കണം. കറൻ്റ്ലി ഇപ്പോൾ ഡ്രൈവിങ്ങിലാണ്. അവിടെ ചെന്ന് കുറച്ച് സാധനമൊക്കെ വാങ്ങിച്ച് ഇന്നത്തെ വീഡിയോയിൽ അത് കുറച്ച് ബിരിയാണി ഉണ്ടാക്കുന്ന പരിപാടിയും അതൊക്കെ കാണിച്ചു. അപ്പോൾ അവിടെ ചെന്നിട്ട് കാണും. അതായത് നമ്മളങ്ങനെ നേരെ സാധനങ്ങളൊക്കെ വാങ്ങിക്കാനായിട്ട് നേരെ ഗോൾഡൻ ഹൈപ്പർ മാർക്കറ്റിലോട്ട് വന്നു. പക്ഷേ ഇന്ന് ഇതുവരെ കണ്ടിട്ടില്ലാത്ത നല്ല രീതിക്കുള്ള തിരക്ക് കാണിച്ചു തരാം. സാധാരണ ഇവിടെ ഇത്ര തിരക്ക് കാണാത്ത, വിസിബിൾ ആകുമോ എനിക്കറിയത്തില്ല. ബില്ലിംഗ് സെക്ഷൻ ഫുള്ള് വൻ തിരക്കാണ്. അവിടെ തന്നെ ബില്ലടിക്കാൻ നിന്നിട്ട് തന്നെ കുറേ ആൾക്കാർ കുറേ നേരം കൊണ്ട് നിൽക്കുകയാണ്. നമ്മൾ ഒരുവിധം അവിടുന്ന് ബില്ലിങ്ങൊക്കെ കഴിഞ്ഞിപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. നല്ല തിരക്കുണ്ടായിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു? തിരക്ക് ഭയങ്കര തിരക്കായിരുന്നു. 150 പേരുണ്ടായിരുന്നു. അവിടെ നിന്ന് പിന്നെ ഒരു വിധത്തിന് ബില്ലുമൊക്കെ അടിച്ച് അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ പിന്നെ മഴച്ചായിട്ടില്ല. പിന്നെ ഈ സാധനം ഉണ്ടിക്കൊണ്ട് പിന്നെ വണ്ടിയുടെ അറമ്പി കൊണ്ടുവന്ന് അങ്ങനെ രക്ഷപ്പെട്ട് ഞാൻ അവരോട് ഏതാണ്ടെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ വേറെ രണ്ടുപേരും പറഞ്ഞു അവിടെ ഇടയിൽ കൂടെ കയറി ആൾക്കാരുടെ ഇടയ്ക്ക് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് ഇപ്പോൾ ഇറങ്ങി വന്നേ വെള്ളപ്പച്ച്. ഇനിയിപ്പോൾ നമ്മൾ നേരെ വീട്ടിൽ ചെല്ലുന്നു. നേരെ അവിടുന്ന് ബിരിയാണി ഉണ്ടാക്കുന്ന കാണിച്ചു തരാം. സോ വെയിറ്റ് ആൻഡ് സീ. ഇപ്പം നമ്മുടെ ബിരിയാണിയുടെ പ്രിപ്പറേഷൻ ഇവിടെ ഏകദേശം തീരാറായി. നമ്മുടെ അരിയൊക്കെ എടുത്ത് ദം ചെയ്യാനായിട്ടുള്ള ഒരു ഫൈനൽ പ്രിപ്പറേഷനിലോട്ടൊക്കെ നമ്മൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് നെയ്യ് ഒഴിച്ച് കിസ്മിസും അണ്ടിപ്പരിപ്പും പിന്നെ വറുത്ത് വെച്ചിരിക്കുന്ന ഉള്ളിയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇവിടെ പിന്നെ നമ്മൾ ഇനിയിപ്പോൾ കളറ് ആഡ് ചെയ്യുന്നതിന് പകരമായിട്ട് ആ ഒരു യെല്ലോ കളർ കിട്ടാനായിട്ട് നമ്മളിവിടെ ചൂട് പാലിനകത്ത് മഞ്ഞൾപ്പൊടി ചേർത്താണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനിയിപ്പോൾ കുറച്ച് നേരം ഇത് അടച്ചു വെക്കണം. ഒരു അരമണിക്കൂറോളം ഇത് അടച്ചു വെക്കുമ്പോൾ ദമ്മായി കിട്ടും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് പൊട്ടിക്കാം. അങ്ങനെ ബിരിയാണി എല്ലാം സെറ്റായിട്ട് കഴിഞ്ഞ്, പ്രിപ്പറേഷൻ പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ എല്ലാവർക്കും വിളമ്പി സെറ്റായി കൊടുത്തിട്ട് വരാം. നമ്മൾ ബിരിയാണി കഴിക്കാനായിട്ട് പോവാണ്. ബിരിയാണി എല്ലാം വിളമ്പി. എങ്ങനെയുണ്ട്? കഴിച്ചു നോക്കിയിട്ട് എങ്ങനെയുണ്ട്? കൊള്ളാം. അപ്പം ഞാനിവിടെ കഴിച്ചു നോക്കട്ടെ.
പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം വെച്ചായിരുന്നു ഇതിനെക്കാട്ടി നല്ല. കുഴപ്പമില്ല, നൈസാണ്. കഴിഞ്ഞ തവണ ഇത്രയും റൈസ് വെച്ചില്ലല്ലോ. കൊള്ളാം. അപ്പോൾ കഴിച്ചിട്ട് വരാം. അപ്പോൾ നമ്മുടെ ഫുഡിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നേരെ പോയി കുറച്ച് സമയം ഉറങ്ങണം. ബിരിയാണിയൊക്കെ കഴിച്ചാണ് നല്ല ക്ഷീണമുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇന്ന് തന്നെ ഇറക്കാനുള്ളൊരു വീഡിയോ എഡിറ്റ് ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടുത്തേക്കാം. കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം കൂടെ പറയണം. അതിൻ്റെ എഡിറ്റിങ്ങും പരിപാടി ഞാൻ കുറച്ച് കാണിച്ചു തരാം. പിന്നെ ഏത് സോഫ്റ്റ്വെയറിലാണ് ചെയ്യുന്നതെന്നൊക്കെ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് അതിലോട്ട് പോകാം. അപ്പോൾ ഗായ്സ്, ഇവിടെ നമ്മുടെ എഡിറ്റിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം സെറ്റായി കഴിയാറായി. കുറച്ചിനി ഫൈനൽ ടച്ച് കൂടെ ഉള്ളൂ. അപ്പോൾ ഇതിന്ന് വൈകിട്ട് ടോക്കിംഗ് പോയിൻ്റ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൽ ഇറങ്ങാനുള്ള വീഡിയോ ആണ്. നമ്മൾ യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് അഡോബ് പ്രീമിയർ പ്രോ ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് എഡിറ്റിങ്ങിന് റിലേറ്റ് ചെയ്ത് അത്യാവശ്യം എനിക്ക് അറിയാവുന്നതൊക്കെ ആണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം, ചോദിച്ചാൽ മതി. അപ്പോൾ നമ്മൾ ഈ വീഡിയോ ഒന്ന് സെറ്റ് ചെയ്തിട്ട് നമുക്ക് കാണാം. അങ്ങനെ കുറച്ച് നേരത്തെ എഡിറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് ഇപ്പോൾ ഇതാണ് പരിപാടി. ചേതൻ ഭഗത്തിൻ്റെ റെവല്യൂഷൻ 2020 എന്ന് പറയുന്നൊരു ബുക്ക് കുറച്ച് ഞാൻ ഓൾറെഡി വായിച്ച് വെച്ചേക്കുമായിരുന്നു. പിന്നീട് കുറച്ച് തിരക്ക് കാരണം എടുക്കാൻ പറ്റിയില്ല. ഇപ്പം ഇതിൻ്റെ ബാക്കി കണ്ടിന്യൂ ചെയ്യുന്നു. ഏകദേശം ഒരു 100 പേജ് എടുത്ത് വായിച്ചിട്ടുണ്ടായിരുന്നു. ബാക്കി കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നു. പിന്നെ നേരത്തെ എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്ന വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ടോക്കിംഗ് പോയിൻ്റ് എന്ന് പറഞ്ഞ പേജിൽ. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ അതിനകത്ത് ബേസിക്കലി എന്താ പറയുന്നതെന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. ടിനി ടോമിൻ്റെയും പ്രേം നസീറിൻ്റെ ഒക്കെ ഒരു ഇഷ്യൂ റീസെൻ്റ്ലി ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ശരിക്കുള്ള സത്യാവസ്ഥ എന്താണ്, അത് എൻ്റെ ചാനലിൽ നിന്നായിരുന്നു പോയിരുന്നത്. അപ്പോൾ അന്ന് എനിക്ക് അതിനെക്കുറിച്ചൊരു ബ്രീഫ് കൊടുക്കാൻ പറ്റിയിരുന്നില്ല. അപ്പോൾ അതിനെ റിലേറ്റ് ചെയ്തിട്ടൊരു വീഡിയോ ആണ് ഇപ്പം മെയിൻലി ചെയ്തേക്കുന്നത്. നിങ്ങൾ പോയി കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം കൂടെ എന്താണെന്ന് കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്തുക. പിന്നെ ഇന്നിനി പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല, ഇത് തന്നെ. സോ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ കൂടുക. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തേക്ക് ഗുഡ് നൈറ്റ്.